കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഉലുവ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു വിഭവം പരിചയപ്പെട്ടാലോ? ഉലുവയും തൈരും എല്ലാം ചേർത്ത് വളരെ സ്വാദിഷ്ടമായി തയ്യാറാക്കുന്ന ഒരു കർണാടക സ്പെഷ്യൽ റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. ഒരു ചട്നി പോലെയാണ് ഇതുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്കായിട്ട് ഇത് പരിചയപ്പെടുത്തുന്നു കാവ്യ. ഉലുവ ഉപയോഗിച്ചുള്ള ഈ കറി തയ്യാറാക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ: തേങ്ങ ചിരകിയത് 1/2 കപ്പ്, ഉലുവ 2 ടീസ്പൂൺ, തൈര് 1 കപ്പ്, 3-4 ചുവന്ന മുളക്, ഉപ്പ്, ജീരകം 2 ടീസ്പൂൺ, നെയ്യ് 3-4 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, കറിവേപ്പില. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ഉലുവയും ജീരകവും ചുവന്ന മുളകും കറിവേപ്പിലയും ഇടാം. ഇതൊരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ തീ ഓഫാക്കി ഇത് തണുക്കാനായിട്ട് വെക്കുക. തണുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒന്ന് അരച്ചതിന് ശേഷം തുറന്ന് ഇതിലേക്ക് തൈര് കൂടെ ഇട്ട് വീണ്ടും നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. ഒരുപാട് തിക്കായ പരുവമാകരുത്, അതുപോലെ തന്നെ ഒരുപാട് വെള്ളം പോലെയും ആകരുത്. ഇതിനിടയ്ക്കുള്ള ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. മറ്റൊരു പാൻ എടുക്കുക. അതിൽ നെയ്യ് ചേർക്കാം. അതിലേക്ക് കടുകും ജീരകവും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായിട്ടുള്ള ഉലുവക്കറി ഇവിടെ തയ്യാറാണ്. ഒരു ചട്നി പോലെയോ അല്ലെങ്കിൽ ചോറിന്റെ കൂടെ കറിയായോ ഒക്കെ ഇത് കഴിക്കാം. ഇങ്ങനെ ഒരു കറി നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.